ഹായ് ഫ്രണ്ട്സ്, ഗമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട്. അവിടുത്തെ കിളികളുടെ ശബ്ദങ്ങളും പ്രകൃതിയുടെ പച്ചപ്പും പിന്നെ വീട്ടിലെ പാചകങ്ങളും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. അങ്കിള് വരുന്നതാണ്. ആദ്യമേ കിളികളുടെ ശബ്ദങ്ങൾ കുറച്ച് കേൾക്കാം. വളരെ മനോഹാരിത തോന്നുന്ന ഒരിടം. ഇന്ന് കാട്ടുചേമ്പ് കറി വയ്ക്കാമാണ്. കാട്ടുചേമ്പിൻ്റെ താളും ഇലയുമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി ഇത് കറി വെച്ചു, നല്ലതായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും ചൊറിയാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവുകയാണ്. കണ്ട, ഇത് വെള്ളത്തിൽ നിൽക്കണ അതാണ് ഞാൻ എടുക്കുന്നത്. കർക്കിടക മാസത്തിലാണ് ഇത് ശരിക്കും എടുത്ത് കഴിക്കുന്നത്. എങ്കിലും എപ്പോൾ വേണേലും എടുത്ത് കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. കരയിൽ നിൽക്കുന്നതിനൊക്കെ ചൊറിച്ചിലുണ്ടാകും എന്ന് പറയണു. എന്ന് കരുതി എല്ലാവർക്കും ഇത് ചൊറിയുകയില്ല. ചില ആൾക്കാർക്ക് മാത്രമേ ചൊറിയുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഏത് വിധേനയും ഉണ്ടാക്കിയാലും അത് ചൊറിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് താള്, ഞാൻ എടുക്കുന്ന താള് കൂമ്പ് താളേ എടുക്കുന്നുള്ളൂ. ഇഷ്ടംപോലെ ഇവിടെ നിൽക്കുന്നുണ്ട് കൂമ്പ് താള്. അപ്പോൾ ഞാൻ ആ കൂമ്പ് താള് എടുക്കണേ. പൂവിട്ടതിൻ്റെ ഒന്നും ഞാൻ എടുക്കുന്നില്ല. അവിടെ എല്ലാത്തിനും കുറേ എണ്ണത്തിനൊക്കെ പൂവിട്ടിട്ടുണ്ട്. അപ്പം ദൈ നിൽക്കുന്നതൊക്കെ കൂമ്പ് ഉള്ളതാണ് കേട്ടോ. അത് ഞാൻ എടുക്കുന്നുണ്ട്. ഇത്രയും കൂമ്പ് താള് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലയും ഞാൻ കറി വയ്ക്കുന്നുണ്ട്. ഇല എടുത്തു കഴിഞ്ഞിട്ട് കറിയോ അല്ലെങ്കിൽ കടലമാവൊക്കെ ചേർത്ത് പലഹാരം പോലെയും ഉണ്ടാക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ചൊറിച്ചിൽ കളയുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് കൊങ്ങിണി വിഭാഗം ആൾക്കാരുടെ പ്രത്യേക വിഭവങ്ങളുമാണ് കേട്ടോ. ഇത് സാധാരണക്കാർക്കൊന്നും അറിയില്ലാത്ത ഒരു കാര്യങ്ങളാണിത്. ഇന്ന് ജാതിയുടെ കട തടം കൂട്ടുകയാണ്. എനിക്ക് പുല്ല് പറിച്ച് മാറ്റാനുണ്ട്. തെങ്ങിൻ്റെ കട. ഇനിയല്ല, വഴുതനേമ വല്ലതുണ്ടോ എന്ന് നോക്കട്ടെ പോയി. നമ്മുടെ വഴുതനങ്ങ തോട്ടം എന്നും ഒക്കെ കാണിച്ചു തരുന്നതാണ്. എന്നാലും എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കൂടി വരുന്നുണ്ട്. ആദ്യം സ്ലോവിലി ആയിരുന്നു, ഇപ്പോൾ വീണ്ടും അതിന് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ
വേണ്ടിയിട്ടാണ് വീണ്ടും ഞാനിത് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നല്ല വലിപ്പമുള്ളതാണ്. ഇത് വയലറ്റ്. അത് തിന്നാനും നല്ലതാണ് കേട്ടോ. രണ്ടും തിന്നാൻ നല്ലതാണ്. ചിലതിനൊരു കനപ്പ് രുചിയൊക്കെ ഉണ്ടാവും, ഒരു പൊള്ള രുചിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ ഞാൻ വഴുതന വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ചുണ്ണാമ്പ് വെള്ളത്തിലൊക്കെ ഇടണമായിരുന്നു. ഇപ്പം അങ്ങനത്തെ വഴുതനങ്ങ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇനി വേങ്ങേരി വഴുതനയും അതുപോലെ തന്നെ മാലാക വഴുതനയും ഇവിടെ ഇല്ല. അത് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് വിത്ത് എടുക്കണം എനിക്ക്. ഇതേൽ നല്ലോണം ഒരെണ്ണം, അതിൻ്റെ അടിയിൽ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ദേ ഇവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ദേ അവിടെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഉണ്ടാവും. ദേ അത് വേറെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഉണ്ടാകുന്നത് ഞങ്ങൾ എന്തായാലും തിന്നാൽ തീരില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത് അടുത്ത് തന്നെയാണ് മാർക്കറ്റുള്ളത്. അപ്പം മാർക്കറ്റിൽ കൊണ്ടുപോയി വയ്ക്കും. വലിയ വിലയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കൊടുക്കാമല്ലോ. ഇതുമൊക്കെ നല്ലോണ്ട് കേട്ടോ. അതെ, ഇത് നല്ല രുചിയുള്ള വഴുതനങ്ങയുണ്ട്. ഇത് കുടല കുത്തി ഉണ്ടായിരിക്കണ കാരണമായിട്ടാണ് അധികം വലിപ്പം തോന്നുള്ളത്. ഇവിടെയൊക്കെ കുടല കുത്തി ഉണ്ടായേക്കണേ. ഇവിടെയൊക്കെ ഉണ്ട്. ഓരോ കുടലയിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. അതെ, അവിടെയുണ്ട്, ഈ അറ്റത്തുണ്ട്. പിന്നെ ഇതിൽ മുട്ടിടുന്നുണ്ട്. പിന്നെ ദേ ഇവിടെയുണ്ട്. ഇത്തവണ കുറേ പറിക്കാനുണ്ട് ചേട്ടാ. മാർക്കറ്റിൽ കൊടുക്കാനായിട്ടേ കുറേ ഉണ്ട് പറിക്കാൻ. ഉണ്ടോ ഇവിടെ വഴുതനങ്ങ തോട്ടം. പിന്നെ അവിടെ നീങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും അവിടെ എത്തിച്ച് എടുത്തു വരുമ്പോൾ ടൈം കുറേ വരികയല്ലേ. എന്നാലും വേണ്ടില്ല. ഇതിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതെ, കേട് വന്നിട്ടുണ്ട്. ഇതെന്താ പറ്റിയാവോ? ഈച്ച കൊത്തിയിട്ടുണ്ടാകുമായിരിക്കും. അതായിരിക്കണം. ഇതേലുണ്ട്, അതേലുണ്ട്, അപ്പുറത്തേലുണ്ട്, ഉണ്ടോ? ദേ ഇപ്പുറത്തേലുണ്ട് ഒക്കെ ഉണ്ട്. ഇനി അടുക്കളയിൽ പാചകത്തിലേക്ക് അടക്കാം. ഇത് വറുക്കാനുള്ളതാണ്. മീൻ കൂട്ടി തിന്നാണ് വറുക്കാനുള്ളത്. വറുക്കാനുള്ള മീനാണത്. അരപ്പ് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ ഇരിക്കണം. എന്നാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുളകും ഇതൊക്കെ പിടിക്കുള്ളൂ. അടുത്തത് കറി വയ്ക്കാനുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറുള്ളി, ഉപ്പിടാണ്. ഉപ്പിട്ടു. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത്തിരി ഒരു സ്വല്പം മല്ലിപ്പൊടി, ഹോട്ടലൊക്കെ നടത്തിയേക്കണതാ. പിന്നെ വെളിച്ചെണ്ണ അല്പം.
കൂട്ടി തിരിഞ്ഞ് പുളി കൂടെ എടുത്തിട്ടാമോ പുളി എവിടെ ഇരിക്കുന്നത്? ഇല്ല സോണില് 4 ചുളപ്പുളി, 4 ചുള, കുടംപുളി, ഇനി മീൻ പീസ് ഇടാണ് ഓരോന്നായിട്ട് തിരുമ്മി ഇവിടെ ഇരിക്കട്ടെ, അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. മീൻ കൂട്ടി തിരുമ്മി വെച്ചുകൊണ്ട് ഞങ്ങൾ പോയേക്കായിരുന്നു വളപ്പിൽ. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറെങ്കിലും ആയി ഞങ്ങളിപ്പോൾ പോയി വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി ബാക്കി വെള്ളം ഇനിയും ചേർത്താൽ മതിയല്ലോ. അപ്പോൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു പാകത്തിന് വെള്ളം ചേർത്ത് അടപ്പത്ത് വയ്ക്കുകയാണ്. വെള്ളം പാകത്തിന് ഒഴിച്ചു. ഇനി ഞാനിത് അടപ്പത്ത് വയ്ക്കാൻ പാണ്. മീൻ കറി പാകമായി. പറ്റിച്ചെടുത്ത മീൻ കറിയിലേക്ക് തേങ്ങ അരപ്പ് ചേർത്തു. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളിമുളകും വറ്റൽമുളകും കടുകും കറിവേപ്പിലയും താളിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് കുലുക്കി കൊള്ളിച്ച് കറക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനിയുള്ള വിശേഷം ഞങ്ങൾ മീൻ പൊരിക്കാനിട്ടേതാണ്.